ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ ഒരു തോരനായിട്ട് വെക്കുക. കപ്പ തോരൻ കുഴച്ച് വേവിക്കുന്നില്ല, അത് തോരനായിട്ട് വെക്കുക. നമ്മൾ കപ്പ നല്ല വൃത്തിയായിട്ട് കഴുകി, വേവുന്ന കപ്പയാണ്, പക്ഷെ അത്രയും ഞാൻ വേവിച്ചിട്ടില്ല, കുഴയുന്ന രീതിയിൽ. കപ്പ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം തിളച്ച് അതിനകത്ത് ശകലം ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതിനകത്ത് നമ്മളിനി അരപ്പിടുന്നതെന്ന് പറഞ്ഞാൽ കപ്പ വേവിക്കുമ്പോഴൊക്കെ ശകലം തേങ്ങ ഇട്ടാൽ മതി. ഞാനിപ്പം വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടി ഇട്ട് ചതച്ച് വെച്ച കാന്താരിയാണ് ഏറ്റവും നല്ലത്. അത് മാത്രം ഇട്ട് ഇനിയിപ്പം ഞാൻ കടു വറക്കാൻ പോവാം. കടു വറുത്തിട്ട് തേങ്ങ ഇട്ട് വരാം. അത് തേങ്ങ ചതയ്ക്കുന്നുമില്ല, കടു വറുത്തിടാൻ പോവാണ്. എൻ്റെ ഇവിടെ നല്ല പോലെ ഉഴുന്നിടണം. രുചിക്ക് വേണ്ടിയിട്ടാണ് ഉഴുന്നൊക്കെ. ഇനി ഇത് കപ്പ ഉപ്പിട്ട് വേവിച്ചാണ്ട് ഉപ്പ് വേണ്ട. കാന്താരി ഇട്ടെടുക്കുന്നതിന് ഏറ്റവും നല്ലത്. പച്ചമുളകാണ് ഇട്ടത്. ഇനി പച്ച തേങ്ങ തിരുമ്മിയതങ്ങ് ഇടുക. നമ്മൾ ചതയ്ക്കുന്നില്ല, കുഴയ്ക്കുന്നതുമില്ല. വേവുന്ന കപ്പയാണ്, എന്നാലും കുഴയ്ക്കുന്നില്ല. വെന്തതാണ്. വലിയ കഷ്ണം ഉണ്ടെന്നും പച്ചട. ശകലൊന്നും വേണ്ട, ആ പച്ച ഒക്കെ ഒന്ന് മാറും. മീൻകറി ആയിട്ടുണ്ട്, മത്തിക്കറിയാണ്. 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് കപ്പ തോരനും വെച്ചു. മത്തി കിട്ടി, ശകലം ഇച്ചിരി വലിയ മത്തി കറിയും വെച്ചിട്ടുണ്ട്. ഇത് കടുവറുത്ത് നല്ല രുചിയായത്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു ലൈക്ക് തരണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.